ഇവിടെ ജോഷി, താൻ എത്ര രൂപ എന്നോട് മേടിച്ചെന്ന് വല്ല ഓർമ്മയുണ്ടോ? കോവിഡിൻ്റെ പേരും പറഞ്ഞ് കുറേ അടവുകൾ താൻ മുടക്കി. പിന്നെ താൻ തന്ന പൈസയൊക്കെ അതൊക്കെ ഞാൻ ആ പലിശ ഇനത്തിൽ അങ്ങോട്ട് വരവ് വെച്ച്. താനെന്ത് വർത്താനോടോ പറയുന്നത്? കണക്ക് മൊത്തം നോക്കിയാൽ തനിക്ക് ഞാൻ 1,00,000 രൂപയും ചില്ലറയുമല്ലേ തരാനുള്ളൂ. അതിനുള്ള സ്വർണം ഞാൻ നാളെ കൊണ്ടുവരാം. താൻ ആധാരം എനിക്ക് തിരിച്ചു തരണം. 1,00,000 രൂപയോ? ഒരുമാതിരി മനുഷ്യനെ വടിയാക്കരുത്. 5 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണ്ണം ഉണ്ടോ? ആധാരം ഞാൻ തിരിച്ചു തന്നേക്കാം. എടോ, തന്നെ ചതിക്കരുത്. 1,00,000 ഞാൻ തരാനുള്ളൂ. 5 ലക്ഷം രൂപ തന്നേ പറ്റത്തുള്ളൂ ജോഷി. തോമാച്ച, എൻ്റെ ഇളയ മോളുടെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ചു. ഈ വീടും പറമ്പും കണ്ട അവർ കല്യാണത്തിന് സംഭവിച്ചത് തന്നെ. കൂടുതൽ സംസാരമൊന്നും വേണ്ട. എനിക്കൊരു ഫംഗ്ഷന് പുറത്തു പോകാനുള്ളതാണ്. ലാലുവേ, ഇയാളെ പിടിച്ചോണ്ട് പുറത്തുകൊണ്ടക്കളാം. പിന്നെ ഒന്നും ചെയ്തു കളയരുത് കേട്ടോ. എൻ്റെ അടുത്ത സുഹൃത്താ. ചെന്നാട്ടെ. തോമാച്ച, പൊക്കോ. എടാ പോളെ, ഇടിച്ചോ? എടാ ഇതവളെ അപ്പനല്ലേ? എടാ ഇടിച്ചോ? അത് വണ്ടി ഇടിച്ചോ? ഇടിച്ചിടിച്ച് ഇടിച്ചൊന്നുമില്ലടാ, അയാള് പേടിച്ചു. എടാ ഇനിയിപ്പോ എന്ത് ചെയ്യും? എഴുന്നേക്കണ്ടല്ലോടാ. ഒന്നും പറ്റിയിട്ടില്ലടാ, ഒന്നും പറ്റിയിട്ടില്ല, കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. സ്കൂട്ടർ ഒന്നും മറിഞ്ഞു വീണേ ഉള്ളൂ. കിടന്ന് ബഹളം വെക്കാതെ ചെറുക്കാം. എടാ നീ കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടി കുറച്ച് കഴിഞ്ഞിട്ട് ഓടിക്കാൻ കേട്ടോ. ടെൻഷൻ ആവാതെ. ഞാൻ അവളെ വിളിച്ച് പറയട്ടെ. എടാ ഒരു മിനിറ്റ്. എടി ഒരു കാര്യം പറഞ്ഞിട്ട് വിളിച്ചാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജംഗ്ഷനില്ലേ, തോമസ് ഫിനാൻസിൻ്റെ അവിടെ വെച്ചിട്ട് നിന്റെ പപ്പയൊന്ന് സ്കിഡായി വീണായിരുന്നു. ഇല്ല കുഴപ്പമൊന്നുമില്ല, ഇവിടെ അടുത്തുള്ള ചേട്ടനൊരു ഓട്ടോയിൽ കയറ്റി വിട്ടിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പപ്പയാണെങ്കിൽ സ്കൂട്ടർ ഓടിക്കുന്ന അത്ര എക്സ്പോർട്ട് ഒന്നും അല്ല. ഞാൻ അമ്മയോട് പറയാം. ശരി ശരി, ഓക്കെ. അവന്റെ കൂടെ പണിക്കുന്ന കാണണം. പോയി, നന്നായി പോയി. അമ്മക്ക് എന്നാത്തിന്റെ സുഖം അമ്മേ? ഇതിന്റെ പതിവില്ല ഹോട്ടലിൽ വന്നേ. ചെറുതായിട്ടൊന്ന് വീണു. അയ്യോ, എവിടെ? കുരിശുവന്റെ അവിടെ. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. കാല് ചെറുതായിട്ടൊന്ന് മടിഞ്ഞു, അത്രേ ഉള്ളൂ. പപ്പ തോമാച്ചാന്റെ അവിടെയല്ലേ വീണത്? അത് നിനക്ക് എങ്ങനെ അറിയാം? എന്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ എന്തിനാ പിന്നെ എന്നോട് കള്ളം പറഞ്ഞത് കുരിശുപള്ളിക്കല വീണേന്ന്? എന്ത് പറ്റി പപ്പ? എന്ത് പറ്റി? തോമാച്ചൻ എന്നെ ചതിച്ചു. കാര്യം പറ മനുഷ്യ. കുഞ്ഞുമോളുടെ കല്യാണത്തിന്റെ സമയത്ത് നമ്മുടെ വീടിന്റെയും പറമ്പിന്റെ ആധാരം പണയം വെച്ച് ഞാൻ തോമാച്ചോട് കുറച്ച് കാശ് കടം മേടിച്ചു. എന്നോട് പറയാതെയോ? കൊള്ളാം മനുഷ്യ. എന്നിട്ട് കണക്ക് നോക്കിയാ 1,00,000 രൂപയെ ഞാൻ കൊടുക്കാനുള്ളൂ. അയാളില്ലാത്ത കള്ളക്കണക്കുണ്ടാക്കി 5 ലക്ഷം രൂപ ചോദിച്ചു. എന്റെ ദൈവമേ, ഈ മനുഷ്യന്റെ ഒരു കാര്യം.
ആധാരം പണയം വെക്കുമ്പോൾ നിങ്ങൾ ഒരു വാക്ക് എന്നോട് ചോദിച്ചോ? അതും തോമാച്ചന്റെ അടുത്ത്. ആരെങ്കിലും പോയി അയാളുടെ അടുത്ത് പണയം വെക്കും മനുഷ്യ? ആ സമയത്ത് അത്രയും വലിയ തുക എവിടെ നിന്നുണ്ടാവാനാ? വേറെ നിവൃത്തിയില്ലാത്തതുണ്ട്, പറ്റിപ്പോയി. കപ്പയും പോത്തും കഴിച്ചിട്ട് നീ ലൈസ് ആണല്ലോടാ കത്തിക്കണേ. നീ എന്നെയല്ലേ ഇവനെ തിരുമട്ട് കണക്ഷൻ പോയിട്ടുണ്ടാ അങ്ങനെ പപ്പ പപ്പ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. കല്യാണം കഴിച്ചു തരാമോ? നിന്റെ ഒരു കല്യാണം അവിടെ ഫോണ് പെട്ടെന്ന് തരത്തോട് പൊട്ടിന്ന് തോന്നുന്നുണ്ട്. അത്രയും നേരം ലൈനിലുണ്ടായിരുന്നു, പെട്ടെന്ന് കണക്ഷൻ പോയി. അവിടെ പപ്പ ഭയങ്കര സീനാണ്. എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും നമ്മുടെ. ഹലോ ലച്ചു, നീ എവിടെ ഉണ്ട്? എടി ഞാൻ പറയുമ്പോൾ നീ ആക്കിമാലി ജംഗ്ഷനിലേക്ക് വന്നേ. ആ ഞങ്ങളിത് എവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ ശരി, പടാ ഒന്ന് വണ്ടി കയറി. ഇതാണ് വീട്. അവിടെ എന്ത് കാണിച്ചിട്ടാണ് വേണ്ട, എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തോട്ട് ഇറക്കിത്താ. ഓക്കെ ലച്ചു, ഇത് ബാഗ്, ഇതിൽ കുറച്ച് പേപ്പർ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. അവളുടെ റൂമിൽ കയറി ഇതെല്ലാം പുറത്ത് കാണിച്ചിട്ട് അവളുടെ സാധനങ്ങളും പാക്ക് ചെയ്ത് അവളെ ഒന്ന് പുറത്തിറക്കി തന്നാൽ മാത്രം മതി. ഓക്കെ ഓക്കെ. അവിടെ പോയിട്ട് എന്തെങ്കിലും നടക്കൂടെ? നടക്കും നമ്മളെ. തൽക്കാലം നീ വണ്ടി എങ്ങോട്ടേലും മാറ്റിയിട്ടു. ഇപ്പോഴത്തെ സാഹചര്യത്തിന് അതാ നല്ലത്. അത് ശരി. നിങ്ങൾ എന്താ മനുഷ്യ ആലോചിക്കുന്നേ? നിങ്ങൾ ഒന്നുകൂടി ചെന്ന് അയാളെ കാണ്. കാശിന്റെ കാര്യത്തിൽ എന്തേലും ഒരു ഇളവ് തരാൻ പറ. അയാൾ ഇളവ് ചെയ്തു തരുമെന്ന് തോന്നുന്നു. നിങ്ങൾ ഇങ്ങനെ മണ്ടനാവാതെ മനുഷ്യ. അയാൾ ഉച്ചയ്ക്ക് വീട്ടിൽ ഉണ്ണാൻ വരും. അപ്പൊ പോയൊന്ന് ചോദിക്കേ. 1 മണിയായി, പോ മനുഷ്യ. ഹായ് ആൻറ്റി, എന്നാണ് വിശേഷം? സുഖല്ലേ? കൊച്ചിനൊന്നും മനസ്സിലായില്ലല്ലോ. ഞാൻ ജിനിയുടെ സ്കൂളിൽ പഠിച്ചതാ. സ്കൂളിലോ? +2. അല്ലല്ല, കോളേജിൽ. ജിനി ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ. കൊച്ചങ്ങോട്ട് ഇരിക്കും, ഞാൻ വിളിക്കാവേ. ശരി. എന്നാ ഇങ്ങനെ നോക്കുന്നേ? ഡൗട്ടാണോ?